എനിക്കെന്തായാലും പണി കിട്ടി കേട്ടോ. സൂപ്പർ പണി കിട്ടി. ഞാൻ മിലനിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോയത്. 10 മണിക്കായിരുന്നു ട്രെയിൻ. ഞാൻ അവിടെ നിന്ന് എത്തിയപ്പോഴത്തേക്കും 9:50 ഞാൻ എത്തി. ഞാൻ വിചാരിച്ചു 9:50 വന്നാൽ അകത്തേക്ക് കയറി പോകാമെന്ന്. പക്ഷേ ഗേറ്റ് അടച്ചളഞ്ഞുണ്ട്, എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ പ്ലാൻ മൊത്തം തെറ്റി. ഞാൻ എടുത്ത ടിക്കറ്റ് 100 യൂറോ ഉണ്ട്. ആ യൂറോയും പോയെന്ന് പറയാൻ പറ്റില്ല, അത് തിരിച്ച് ക്രെഡിറ്റ് കാർഡിലേക്ക് ക്രെഡിറ്റ് ആവുമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് എടുത്തത്, അത് കാരണം ക്രെഡിറ്റ് കാർഡിലേക്ക് ക്രെഡിറ്റ് ആവും. ഏതാണ്ട് 72 hours എടുക്കുമെന്ന് പറഞ്ഞു. അതെവിടെയായാലും നമ്മൾ വേൾഡിൽ എവിടെ പോയാലും നിങ്ങളുടെ പൈസ തിരിച്ച് അവിടേക്ക് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ അത് കാരണം ഞാൻ പ്ലാനിങ് മൊത്തം തെറ്റി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. ഇനി അവിടെ നിന്നിട്ടൊരു കഥയില്ല. എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അടുത്ത ട്രെയിൻ പിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ സകല അവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് എല്ലാം പ്രോബ്ലം ആവും. അപ്പോൾ അത് കാരണം ഞാൻ തൽക്കാലം അത് ക്യാൻസൽ ചെയ്തു. പിന്നെ മിലൻ യാത്ര ഞാൻ പോസ്റ്റ്പോൺ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ടാക്സിക്ക് വേണ്ടിയിട്ട് ഒരു ബേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ആൾക്കാർ പോകുന്ന ലഗേജുമായിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും കറങ്ങി ഇങ്ങനെ വന്നാലേ അവിടുന്ന് ടാക്സി കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ലൈനിനകത്തൂടെയാണ് ടാക്സി ഇങ്ങനെ കയറി വരുന്നത്. പക്ഷേ അവിടെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ടിട്ട് ടാക്സികൾ അവിടെ നിന്ന് ആൾക്കാരെ ഇങ്ങനെ കയറ്റുന്നുണ്ട്. കാരണം അവിടുത്തെ ഓഫീസേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ്. ടാക്സിക്കാർ എവിടെയും പ്രോബ്ലം ആണല്ലോ. പിന്നെ ഓഫീസേഴ്സ് പെനാൽറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റോമിലെ ഒരു ട്രെവി ഫൗണ്ടേഷൻ കാണാൻ പോവാം കേട്ടോ. അതായത് പഴയ ഒരു വെള്ളത്തിൻ്റെ ഒരു ഉറവിടമാണ് അവിടെ. അവിടെ പോയി നമുക്ക് കാണാം. അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഈ ഫൗണ്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത് 19 BC കേട്ടോ. ഇത് ഈ ഫൗണ്ടനിൽ നിന്നായിരുന്നു റോമിൽ മൊത്തം ആൾക്കാരും വെള്ളം ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ജലസ്രോതസ്സാണ് കേട്ടോ. അപ്പം ഞാൻ അവിടത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ട്. അപ്പം ആ വഴിക്ക് ഇങ്ങനെ പോകുന്ന കാഴ്ചകളാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ കാണുന്ന സ്ട്രീറ്റുണ്ട്, ഈ സ്ട്രീറ്റിൻ്റെ അങ്ങറ്റം വരെ നടക്കണം നമ്മൾ. നടന്നു പോകാനേ പറ്റുള്ളൂ. കൂടുതൽ അല്ല, ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ബസ് കുറേ സ്റ്റോപ്പുള്ള അവിടെ എവിടെയൊക്കെ പോയിട്ട് ഈ ഭാഗത്തേക്ക് വരുള്ളൂ. കാരണം നടന്ന് ഞാൻ ഏതാണ്ട് ട്രെവി ഫൗണ്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. സ്ട്രീറ്റ് നല്ല തിരക്കാണ്. അപ്പം ഞാൻ എന്തായാലും സേഫ്റ്റിക്ക് വേണ്ടി എൻ്റെ ബാഗ് എടുത്തു, ഫ്രണ്ട് സൈഡിൽ തൂക്കി. ബാക്കിൽ നിന്നൊക്കെ ബാഗ് എടുത്തു ഫ്രണ്ടിൽ വെച്ചതുണ്ട്. ആൾക്കാരെല്ലാം ബാഗ് ഫ്രണ്ടിലാക്കിയതുണ്ട്. എന്താണ് ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ട്. ഒരാൾ നല്ല മൊത്തം പെയിന്റ് അടിച്ച് വൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രതിമ പോലെയുണ്ട്. ഇവിടെ നിറച്ചും മദ്യ ഷോപ്പുകളും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മീറ്റ് ഷോപ്പുണ്ട്. അത് മീറ്റ് എനിക്ക് തോന്നുന്നത് കുക്ക്ഡ് മീറ്റ് ആണോ എന്ന് ഒരു സംശയമുണ്ട്. എന്തായാലും അതിനകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടതാണ്. ആൾക്കാരൊക്കെ കയറി വാങ്ങുന്നുണ്ട്. എന്തൊക്കെയോ മീറ്റുകളുണ്ട് അവിടെ. ചിക്കനൊന്നും അല്ല, റെഡ് മീറ്റ്സ് ആണ് കൂടുതലും. നല്ല തിരക്കുണ്ട് ഇവിടെ. ആവശ്യം പോലെ സുവിനീർ ഷോപ്പുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇവിടെ നല്ല തിരക്കുണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ട്രെവി ഫൗണ്ടൻ്റെ വിശേഷങ്ങൾ കാണാം. ഇവിടെ ഒരു 1954 ഇവിടെ 3 കോയിൻസ് ഇൻ ഫൗണ്ടൻ എന്ന് പറയുന്ന ഒരു സിനിമ പിടിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ പറയുന്ന കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റോമിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അഥവാ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ട് പോകാൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ റോമിലേക്ക് വീണ്ടും തിരിച്ചു വരും. 2 കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇറ്റലിയിലുള്ള ഒരു ആളുമായിട്ട് പ്രണയത്തിലാവും, അതായത് ഒരു ഗേളുമായിട്ട് പ്രണയത്തിലാവും. 3 കോയിൻ അതിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ
അവരെ നിങ്ങൾ സ്വന്തമാക്കും എന്നാണ് ഈ സിനിമയിൽ കൂടി ഇങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല ഐതിഹ്യം, പക്ഷേ അതിങ്ങനെ പറയുന്നതാണ് കേട്ടോ. 3 കോയിൻ ഇൻ ദ ഫൗണ്ടൻ എന്നുള്ളതാണ് ഈ സിനിമയിലെ ഇതിവൃത്തം. അതൊരു പഴയ 1984 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. ആ സിനിമയുടെ പേരാണ് ദി 3 കോയിൻ ഇൻ ദ ഫൗണ്ടൻ എന്നുള്ളത്. എന്തായാലും ഞാൻ ഇവിടെ എത്തി. നമുക്ക് അവിടുത്തെ ആ ജലസ്രോതസ് കാണാം എങ്ങനെയാണെന്ന്. നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ എന്തായാലും തിരക്ക് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ സാധനങ്ങളെല്ലാം ഫ്രണ്ടിൽ തൂക്കി. ആൾക്കാരെ കണ്ട എല്ലാവരും ബാഗ് ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം സേഫ്റ്റിക്ക് വേണ്ടി എല്ലാം എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്നതാണ് നല്ലത്. ഇവിടെയൊക്കെ ആവശ്യം പോലെ ബംഗാളികൾ പലതും വിൽക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ആഫ്രിക്കൻ രാജ്യത്തുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. നോക്കിയേ, ഒരുവിധം അത്യാവശ്യം തിരക്കുണ്ടല്ലോ. ഇപ്പം തിരക്കിൽ ആരാണ് നമ്മുടെ സാധനം അടിച്ചുകൊണ്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഇത് കാണാനുള്ളതും ഇവിടുത്തെ ഫോട്ടോ എടുക്കേണ്ടയും വീഡിയോ എടുപ്പിൻ്റെ തിരക്കിലായിരിക്കും. ഇപ്പം ഇത് നമുക്കത് അറിയാനും പറ്റില്ല. ഇതാണ് ട്രെവി ഫൗണ്ടൻ കേട്ടോ. ഇവിടെ റോമിലെ വളരെ ഫേമസ് ഫൗണ്ടനാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടം ആയിട്ടിങ്ങനെ ഉണ്ട്. ഇപ്പം ഇത് BC 19-ാം ആണ്ടിൽ ഉണ്ടാക്കിയതാണ്. കുറേ ആൾക്കാർ നോക്കി, ഇതെന്തൊരു വിശ്വാസം പോലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കോയിനൊക്കെ എറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ കോയിൻ എറിയുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇത് വെള്ളത്തിലൊരു കോയിനല്ലേ, അത് എടുത്തെറിയുന്നത് കാരണം അങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ എറിയുന്നു. അത് എവിടെ ചെന്ന് വീഴുന്നു എന്നൊന്നും കാണാൻ പറ്റില്ല. അത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വെള്ളം ഇങ്ങനെ ഒരു ബ്ലൂയിഷ് കളറിലാണുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫ്ലോറ് ബ്ലൂയിഷ് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ കരയിൽ നിന്നുള്ള കാഴ്ചയാണ്. എന്തായാലും ഞാൻ താഴേക്ക് പോയിട്ട് അത് കാണിക്കാം. എന്തായാലും നോക്കി, അവിടെയൊക്കെ ബാർ ത്രിവി എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു ജലസ്രോതസ്സാണെന്ന് തോന്നുന്നു. അതോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജലസ്രോതസ്സാണോ, അതിനെ ഇങ്ങനെ ഒരു ഫൗണ്ടൻ കണക്ക് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് അറിയില്ല. അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇനി ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഇവിടെ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഹിസ്റ്ററി എഴുതി വെച്ചിട്ടില്ല. ഇതൊരു ഇതാണ് ഒരു ബിൽഡിംഗ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. ആ സ്റ്റാച്യൂസ് ആരുടേതാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടെ ഇല്ല. പക്ഷെ ജനങ്ങൾ ഇങ്ങനെ ആവശ്യം പോലെ കൂടി കിടക്കുന്നുണ്ട്. നോക്കിയാൽ ഒരു കുറവില്ല. എന്തായാലും ഞാൻ താഴേക്ക് ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് ക്ലിയർ ആയിട്ട് കാണിക്കാം. വെള്ളം വളരെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ക്ലിയർ ഉണ്ട്. പക്ഷെ അതിനകത്ത് കോയിൻ വീണ് കിടക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ മുന്നിൽ നിന്നും ആൾക്കാർ എറിയുന്നുണ്ട് അതിനകത്തേക്ക് കോയിൻ. അതൊരു ചിലപ്പോൾ ഒരു ഐതിഹ്യമായിരിക്കാം, അങ്ങനെ അവർ എറിയുന്നതായിരിക്കും. അതിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സിനിമയുടെ ഇതിവൃത്തമായിരുന്നല്ലോ. സിനിമയിൽ അങ്ങനെ എറിഞ്ഞിട്ട് അവർ തിരിച്ചു വരികയും പ്രണയത്തിലാവുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു കെട്ടുകഥയല്ലേ. അല്ലാതെ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റോറിയൊന്നും അതിനില്ല. ആൾക്കാർ ആവശ്യം പോലെ വന്ന് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചെറിയ മഴ പൊടിയുന്നുണ്ട്. എന്തായാലും മഴ പൊടിയുന്നത് കാരണം ആൾക്കാർ മേളിലേക്ക് കയറിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ മഴ ആണോ അതോ ഇതെന്നുള്ള വെള്ളം തെറിച്ച് വീഴുന്നതാണോ എന്ന് അറിയില്ല. പക്ഷേ ആൾക്കാർ മേളിലേക്ക് കയറി പോകുന്നു. എന്തായാലും നല്ല രസമുണ്ട്. കുറച്ച് തിരക്കുമുണ്ട്. അല്ലാതെ വേറെ വിശേഷമൊന്നും ഇവിടെ ഇല്ല എനിക്ക് തോന്നുന്നു. ജനങ്ങൾ ശരിക്കും വന്ന് നിന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി ഇവിടെ കുറേ ഈ ഫോട്ടോഗ്രാഫേഴ്സും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവരിങ്ങനെ ഡിജിറ്റൽ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. പ്രിൻ്ററൊക്കെ കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് അത് ചെയ്യുകയാണ്. അത് കൂടുതലും ഈ ബംഗ്ലാദേശി പൗരന്മാരാണ് അത് ചെയ്യുന്നത്. ഈ തിരക്കുള്ളത് കൊണ്ടാണ് പോലീസും അത്യാവശ്യം ഇവിടെ കിടപ്പുണ്ട്. ഒരു 2 വണ്ടി നിറയുള്ള പോലീസുണ്ട്. ഓക്കെ, നല്ല തിരക്ക് അനുഭവപ്പെടുന്നില്ലേ? ആൾക്കാർ ശരിക്കും വരുന്നുണ്ട് കേട്ടോ. യങ്ങസ് നല്ല ശരിക്കും വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ പോലീസ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളം ഈ
കെട്ടുന്ന ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കൊന്ന് ആർട്ടിഫിഷ്യൽ ആണോ അതോ ഒറിജിനൽ ആണോ എന്നറിയില്ല. അതൊരു രണ്ട് പൈപ്പാണ് വെച്ചിരിക്കുന്നത്. അത് വെള്ളം വീണുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുടിക്കുന്നുണ്ട്, മുഖം കഴുകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നോക്കി ആൾക്കാർ നടന്ന് തളർന്നൊക്കെ വന്ന് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, റിലാക്സ് ചെയ്യുന്നു. പിന്നെ ജനങ്ങൾ ഫോട്ടോയും സെൽഫിക്കും ഒരു കുറവുമില്ല, അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇത്ര തന്നെയുള്ളൂ ഇവിടുത്തെ കാഴ്ച. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞ് കരയിലേക്ക് കയറാം. കരയിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നമ്മുടെ വന്നപ്പം കുറേ ഐസ്ക്രീമും ഒക്കെ കണ്ടിരുന്നല്ലോ. എന്തായാലും പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഐസ്ക്രീം കോണിന് ഏതാണ്ട് ഒരു അര അടി കൂടുതൽ നീളമുണ്ട് കോണ്. ഇപ്പോൾ ആൾക്കാർ ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട്. അപ്പം ഞാനും എന്തായാലും തീരുമാനിച്ചു അതിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു നോക്കാം, എന്താണ് അവിടുത്തെ ടേസ്റ്റ്. അത് ഹോം മെയ്ഡ് ഐസ്ക്രീം ആണെന്നാണ് പറഞ്ഞത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോം മെയ്ഡ് ഐസ്ക്രീം. എൻ്റെ കണ്ടില്ലേ ഫോട്ടോ ഇവരിവിടെ തന്നെ എടുത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രിന്ററൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഡിജിറ്റൽ പ്രിന്റിങ് ആണ്. ദേ, ബംഗാളികൾ ഇവിടെ ഉണ്ട്. അവരെന്തോ ഒരു ഫോട്ടോയ്ക്ക് ചൊല്ലി ഭയങ്കരമായ തർക്കത്തിലാണ്, അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ അവിടെ നിന്ന് കയറി. കൂടുതലായിട്ട് അവിടെ വലിയ വിശേഷമായിട്ട് എനിക്കത് തോന്നിയില്ല. ഇത് കാണുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു കാണേണ്ട സംഭവമാണെന്നാണ് ഞാൻ ഈ ഹോട്ടലിൽ നിന്നൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇത് ഈ സ്ഥലം പോയി ട്രെവി ഫൗണ്ടൻ പോയി കാണണം, അത് വൺ ഓഫ് ദ ഐക്കോൺ ആണ് എന്നാണ് പറഞ്ഞത്. എന്താ ഇപ്പം ഞാനിവിടെ വന്നിട്ട് അത്ര ഐക്കണിക് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നിരുന്നാലും ഞാനിവിടെ വന്നു, അത് നിങ്ങളെയും കാണിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് അങ്ങോട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അവിടുത്തെ വിശേഷം എന്തായാലും നിങ്ങളെ കാണിക്കാം. നോക്കട്ടെ, ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക്. ഇല്ല, ഇവിടുത്തെ പോലീസാണ് കിടക്കുന്നത്. പോലീസ റോമ ക്യാപിറ്റൽ. അവരിങ്ങനെ ആർക്കും വേറെ ശല്യമൊന്നും കേട്ടില്ല പോലീസുകാരായിട്ട്. വുമൻ പോലീസും ഉണ്ട്, മാനും ഉണ്ട്. വെയിലും മഴയും കൂടിയാണ് കേട്ടോ. നോക്കി ആൾക്കാർ മഴ പെയ്തിട്ട് ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അതിനനുസരിച്ച് വെയിലും ഉണ്ട്. അത് കാരണം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ജനത്തിരക്ക് അത്യാവശ്യം നല്ല ജനത്തിരക്കുണ്ട്. കൂടുതലും യങ് കപ്പിൾസ് ആണ് ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. പോലീസുകാരൊക്കെ നല്ല വയസ്സായ പോലീസുകാരാണ്. ഇവരൊക്കെ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളിൽ എത്തി. ഇവിടെ അടുത്തടുത്തെല്ലാം ഐസ്ക്രീം ഷോപ്പുകളാണ് കേട്ടോ. ശരിക്കും ആൾക്കാർ ഐസ്ക്രീം വാങ്ങുന്നുണ്ട്. ഈ തണുപ്പത്ത് ഇവിടുന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ശരിക്കും ആൾക്കാർ വരുന്നുണ്ട്. മിൽക്കി ഐസ്ക്രീം, ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീം എന്നാണ് പറയുന്നത്. ഇവിടെ ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാർ ഇവർ ഈജിപ്ഷ്യൻസ് ആണ് കേട്ടോ. ഒരു ഐസ്ക്രീം €10 ആണ്. €10 എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ്. ദേ ഈ കാണുന്നതാണ് കോണ് കേട്ടോ. ഏതാണ്ട് അറൗണ്ട് ഒരു ഹാഫ് ഫീറ്റിന് മേളിൽ നീളമുണ്ട് സംഭവം. നമുക്ക് എന്തായാലും ഒരു ഐസ്ക്രീം വാങ്ങിച്ച് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ ഐസ്ക്രീം മിക്സ് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. ഒരു ഫ്ലേവർ വേണമെങ്കിലും തരും. ഞാൻ അയാളുടെ ചോയ്സ് ആണ് പറഞ്ഞത്. നിങ്ങളുടെ ചോയ്സ് മിക്സ് ഐസ്ക്രീം. എന്തായാലും നോക്കാം. എന്തായാലും ഐസ്ക്രീം ഇപ്പം കിട്ടും. ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തരും നമുക്കതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാമല്ലോ. തന്നെ ഐസ്ക്രീം എന്താ പറയുക, ഇറ്റലിയിൽ പോയിട്ട് ഐസ്ക്രീം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്തായാലും ഞാൻ ഐസ്ക്രീം ഓർഡർ ചെയ്ത് അത് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പുള്ളി എനിക്ക് വേണ്ടി റെഡി ആയിട്ടാണ് ഇത്. പക്ഷേ വലിയ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. വെളിയിലാണ് കോരി വെച്ചതെന്നുണ്ടെങ്കിലും വലിയ വലിയ ക്വാണ്ടിറ്റി ഉണ്ട്. ഇത്രയും ഐസ്ക്രീം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുമിച്ച് കഴിച്ചിട്ടില്ല. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം. റെഡി ഐസ്ക്രീം. ഞാൻ വേണ്ട €10 കൊടുത്തിട്ട് സൂപ്പർ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. മിക്സ് ഐസ്ക്രീം. ഹബീബി ഹൽബി ഹബീബി ഹബീബി ഹൽബി.
താങ്ക് യു താങ്ക് യു. അടുത്തൊരാൾ നിൽക്കുന്നതാണ് കേട്ടോ. ഏയ്, പുള്ളിയാണ് ഐസ്ക്രീം ഉണ്ടാക്കി തന്നത്. പഠിച്ചേ അബേയോ. ഈ കാണുന്ന പാലിലാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ, മിൽക്ക് ഹോം മെയ്ഡ് ഐസ്ക്രീം. ഒരു അപ്പൂപ്പനും അമ്മമ്മയും വന്ന് നിന്നിരുന്നത്. സേ ഹായ്.